കുറച്ച് സ്കിറ്റുകളായിട്ട് കുറച്ച് മറവി അതുപോലെ കാര്യങ്ങൾ വേറെ ഒന്നുമില്ല, മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ചേട്ടൻ അറിയാവുന്നതാണ്, വേറെ ഒന്നുമല്ല. മറ്റേ വീടിന്റെ കാര്യം, അത് സ്ഥലം മേടിച്ചു, കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോഴേ ഈ പഞ്ചായത്തിലും വില്ലേജിലൊക്കെ കാര്യങ്ങൾ ഏതാണ്ട് ഒരു 8 മാസത്തിന്റെ അടുത്തായിട്ട് ഈ നീണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് 2 ഇലക്ഷൻ വന്നു, അതൊക്കെ ആയിട്ട് ഇങ്ങനെ പെൻഡിങ് ആയി പോയി. വീട്ടിലാണെങ്കിൽ ആകെ വിഷയങ്ങളാണ്. മഴയായില്ലോ, ഈ 2 പിള്ളേരെ കൊണ്ട് എവിടെ പോയി കിടക്കുന്നു വിചാരിച്ചിട്ടേ. പ്രതിഭ അതൊക്കെ റെഡിയാവും. അല്ല, എനിക്ക് നമുക്കറിയാമല്ലോ, ഉറപ്പായിട്ട് റെഡിയാവും. പെട്ടെന്ന് റെഡിയാവാനായിട്ട് നമ്മളെല്ലാം പെട്ടെന്ന് റെഡിയാവും, അതൊക്കെ റെഡിയാവും. അല്ല, അവരത് എന്തോ ഒരു ഈ നെറ്റ്വർക്കിന്റെ എന്തോ ഇതാണ്. ഇപ്പൊ എല്ലാം മറ്റേ ഓൺലൈൻ വഴിയാണല്ലോ, അപ്പൊ അതെന്തോ ബ്ലോക്കാണ്. അതാണ് സംഭവം വരാത്തെന്ന് പറഞ്ഞത്. ഇപ്പൊ അടുത്ത് തന്നെ ആവും പറയുന്നുണ്ട്. ഇപ്പൊ ജൂണുകളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയും വരും, അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 8 മാസമായില്ലേ എന്താ പറയുന്ന ഭരണാധികാരികൾ ഇത് കാണുകയാണെങ്കിൽ ദൈവത്തെ ഓർത്ത്. കാര്യം ഇത് പറയാൻ വേദിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഒരു കലാകാരനാണ് ഇത്രയും നാളായി, 8 മാസം 9 മാസത്തോളമായി അതിൻ്റെ പുറകെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുമുള്ള അധികാരികൾ അതറിഞ്ഞ് ഒരു മനസ്സുകൊണ്ടൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു വലിയ ഉപകാരമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, സീരിയസ് ആയിട്ട് അപേക്ഷിക്കുകയാണ്.